രണ്ടാമത്തെ ഫ്ലോറിലേക്ക് വന്ന് ഞങ്ങൾ നേരത്തെ ആദ്യം 6ാമത്തെ ഫ്ലോറിലാണ് പോയത്. 2ാമത്തെ ഫ്ലോറിൽ വന്ന് അടുത്തൊരു മ്യൂസിയമാണ്. ഇതിൻ്റെ ഫുള്ളും എല്ലാവരും കാണാനായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഉഷ മേഡം സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു ഉഷ മേഡം? സൂപ്പർ, അടിപൊളി അടിപൊളി. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ. നമ്മുടെ ശ്രീൻ സാറേ ഇതിനെക്കുറിച്ച് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം. നമ്മൾ 6ാമത്തെ ഫ്ലോറിൽ പോയിട്ട് 6ാമത്തെ ഫ്ലോറിൽ ഞങ്ങൾ കാണാൻ പോയി. പക്ഷേ ഒരുപാട് കാഴ്ചകൾ അവിടെ നമുക്ക് ഓരോ വിഗ്രഹങ്ങളെ, മാതാവിൻ്റെ ഫോട്ടോയെ, ഒരുപാട് നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജെൻസിമാരുടെ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്താണ് നമ്മുടെ ഇപ്പോൾ ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇത് കണ്ട് ആസ്വദിച്ചപ്പം ഞങ്ങളുടെ ഒരാഗ്രഹം നിങ്ങളെല്ലാവരെയും ഇതുപോലെ കൊണ്ടുവന്ന് കാണിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പം അതിലേക്ക് നമുക്ക് എല്ലാവരും അടുത്ത വർഷം ഈ പ്രോഗ്രാം ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും എല്ലാവർക്കും അവസരമുണ്ട് നമ്മുടെ അവക്സിയ ഗ്ലോബലിൽ കൂടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും. ഓക്കെ. ഒരുപാട് വീഡിയോസ് ഉണ്ട് കാണാനായിട്ട്. അതെല്ലാം ഞങ്ങൾ എടുത്തിട്ട് ഇട്ട് തരും. എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ഇത് ഫോട്ടോ ഇടുമ്പോൾ എല്ലാവരും കാണണം. ഓക്കെ, കണ്ടല്ലോ. ഉഷാമ്മയുടെ ആകെ വല്ലാത്ത ഒരു എക്സൈറ്റ്മെൻറ്റ് മൂഡിലാണ് ആ സംസാരം ഫുള്ളും. കാരണം ഇതുപോലത്തെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു പാലസിൽ കയറാൻ പറ്റുമെന്നൊന്നും ആരും വിചാരിച്ചതൊന്നുമല്ല. എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഫോട്ടോയും എടുത്ത് വീഡിയോയും എടുത്ത് എല്ലാം നടക്കുന്നു. ഞങ്ങളിത് അടുത്ത് ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ. പിന്നെ പറയാം, നമ്മുടെ ഫുഡൊക്കെ ആണെങ്കിലും അടിപൊളി ഫുഡായിരുന്നു. നമുക്കിന്ന് രാവിലെയും ഉച്ചയ്ക്കും ഇപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. ഫുഡ് അടിപൊളിയാണ്. നമ്മളൊന്നും കഴിച്ചിട്ടില്ലാത്ത അതേ ടൈപ്പിലുള്ള ഫുഡുകളാണ് നമുക്കിവിടെ കിട്ടിയത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അത് അത്ര രുചിയായിട്ടും ഒക്കെയുള്ള നല്ല ഫുഡുകളാണ്. പിന്നെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെയുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഇതാണ് മ്യൂസിയമാണ്. സൂപ്പറാണ്. ഇത് കണ്ടില്ലേ, ഓരോരുത്തർ ഇത് എന്തോരം നടന്നാലും ഒരു ദിവസം ഫുള്ള് നടന്നാൽ പോലും തീരാത്ത അത്ര നമുക്ക് കാണാനുണ്ട്. അതിൻ്റെ അകമൊക്കെ എന്ത് നല്ല വൃത്തിയാണ്. ഒരു പൊടി പോലും ഇല്ല. അതുപോലെയാണ് ഇത്. എത്രയ്ക്ക് ക്ലീനാക്കിയാണ് എല്ലാം ഇട്ടേക്കുന്നത്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലൊരു കാഴ്ച ഉണ്ടായിട്ടില്ല ഇത്രയും നാളിനോടകം. പക്ഷേ ആ ഒരു കാഴ്ചയാണ് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം ബുദ്ധൻ്റെ ഒരിതാണ് എല്ലായിടത്തും. അതിൽ ഒന്ന് ബുദ്ധൻ്റെ പ്രതിമ, അതിൻ്റെ ഒരു ടച്ചിങ് ആണ് ഫുള്ള് വന്നേക്കുന്നത് മൊത്തം ഇവിടെ എല്ലായിടത്തും. ബുദ്ധൻ്റെ പ്രതിമകളാണ്. ഓരോ വെറൈറ്റി ഓരോ ഭാവത്തിലും എല്ലാം ഉള്ളതാണ്.